ഹലോ ഗൈസ്, വെൽക്കം ടു ഫോസ്റ്റർ ട്രേഡിംഗ് അക്കാഡമി. ഇന്ന് നമുക്ക് പ്രൈസ് ആക്ഷൻ സീരീസിന്റെ 7th എപ്പിസോഡ് ആയിട്ടുള്ള എൻട്രി ടൈംസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ 1 എന്തുകൊണ്ടാണ് നമ്മൾ ലൂസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതിനുശേഷം പ്രൈസ് എങ്ങനെ മൂവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ആഫ്റ്റർ ദാറ്റ് ട്രെൻഡ് ആൻഡ് റേഞ്ച്, അതിനുശേഷം ലിക്വിഡിറ്റി സ്വീപ്പിനെ കുറിച്ചിട്ട് സംസാരിച്ചു. അതിനുശേഷം ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്നത് പറഞ്ഞു. ഇതിനുശേഷം എൻട്രി ടൈമിങ്സ്. ഈ എൻട്രി നമ്മൾ ഇപ്പോഴാണ് ഒരു ട്രേഡിലോട്ട് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ഈ എൻട്രി ചെയ്യുന്നതിന് മുന്നേ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് മാർക്കറ്റിൽ റിയലി അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിലുള്ളത്. പ്രൊഫഷണൽ ട്രേഡേഴ്സ് നമ്മൾ എന്ത് തരം ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ആവശ്യമാണ്. സോ പ്രൊഫഷണൽ ട്രേഡേഴ്സ് അവർ ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ ബാഡ് ട്രേഡ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കും. അത് ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെന്നുണ്ടെങ്കിലും അവരുണ്ടാക്കും. അവർക്കൊരു ചെക്ക് ലിസ്റ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ എന്ത് ചെയ്യുള്ളൂ, ഒരു ട്രേഡ് എടുക്കത്തുള്ളൂ. സോ അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആക്യുറസി ഓഫ് ദി ട്രേഡ്സ്, വിന്നിങ് റേഷ്യോ നമുക്ക് കൂട്ടും. അതുപോലെ തന്നെ മിസ്റ്റേക്സ് നമ്മളെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്യും. സോ നമുക്കൊരു സ്ട്രാറ്റജി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. സോ ട്രേഡേഴ്സിന് ലൂസ് ചെയ്യുന്നത് സ്ട്രാറ്റജി ഉണ്ടായതുകൊണ്ടല്ല. ട്രേഡേഴ്സിന് ലൂസ് ചെയ്യുന്നത് അവർക്ക് കറക്റ്റ് ടൈമിൽ ഒരു ചെക്ക് ലിസ്റ്റോട് കൂടിയിട്ട് അവർ എൻട്രി നടത്താത്തതുകൊണ്ടാണ്. സോ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എൻട്രി ടൈമിംഗ് എങ്ങനെയാണ് ഒരു ട്രേഡറെ ചേഞ്ചസ് വരുത്തുന്നത് എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഒരു ട്രേഡ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഏത് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എന്താണ് അന്നത്തെ ട്രെൻഡ് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷ് ട്രെൻഡിലാണോ നമ്മൾ മാർക്കറ്റ് നിൽക്കുന്നത്, അല്ലെങ്കിൽ സൈഡ് വേസ് ആണോ, അല്ലെങ്കിൽ ബിയറിഷ് ട്രെൻഡ് ആണോ എന്ന്. കാരണം നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സ്, ഇനിയിപ്പം ബ്രേക്ക് ഔട്ട് സ്ട്രക്ചറിൽ എടുക്കുന്ന ട്രേഡ് ആണെങ്കിലും ശരി, നമ്മൾ ബിയറിഷിലോട്ടാണോ നമ്മൾ മൈൻഡ് പോകേണ്ടത് അതോ ബുള്ളിഷിലോട്ടാണോ എന്ന് പോകേണ്ടത്, നമ്മളെ സ്ട്രക്ചർ നോക്കിയിട്ട് വേണം നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് ആദ്യത്തെ കാര്യം. സോ ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ പ്രൈസ് സപ്പോർട്ട് ലെവലിലാണെങ്കിൽ മാത്രമേ എടുക്കാവൂ. സപ്പോർട്ടിലല്ല എന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കരുത്. അതാണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലാണ് എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ലെവലിലാണെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രേഡ് എടുക്കരുത്. സോ ഇതൊരു സിമ്പിൾ അനാലിസിസ് ആണ്. ഇത് ആദ്യം തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് ഒരു എൻട്രി ചെയ്യുന്ന സമയത്ത് നോക്കേണ്ടതാണ്. അതിനുശേഷമുള്ള നമ്മൾ ഇന്നർ സർക്കിളിനെ കുറിച്ചിട്ട് എല്ലാ ട്രേഡ്സിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ളൂ. ഓക്കെ, സോ എപ്പോഴും മാർക്കറ്റിൽ നമ്മൾ എൻട്രി, ഒരു ചാർട്ട്, ഒരു tradingview.comന്റെ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചാർട്ടിലെ ഗ്രാഫിന്റെ, എസ്പെഷ്യലി ചാർട്ടിന്റെ ലെവൽസ് മാർക്ക് ചെയ്യണം. സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം എവിടേക്കാണ് ലിക്വിഡിറ്റി ഉള്ളത് എന്ന് ചെക്ക് ചെയ്യണം. ലിക്വിഡിറ്റി മീൻസ് സ്റ്റോപ്പ് ലോസസ്. റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ സ്റ്റോപ്പ് ലോസസ് എവിടേക്കാണ് ഉള്ളത് എന്ന് മാർക്ക് ചെയ്യണം. കാരണം എപ്പോഴും ഒരു റെസിസ്റ്റൻസിലും ഒരു സപ്പോർട്ട് ലെവലിലും ആയിരിക്കും ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി ഉണ്ടാവുക. സോ അവിടെയാണ് സ്മാർട്ട് മണി എന്ത് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക. സോ അത്തരം ഒരു കാര്യത്തിനെ കുറിച്ചിട്ടൊരു നോളജ് നമുക്ക് ഉണ്ടായിരിക്കും. അത് നമ്മളെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ബിയോസ് കൺഫർമേഷൻ, ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ട്രെൻഡിലാണ് എന്നുണ്ടെങ്കിൽ ഹയർ ലോ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതുവരെ ലോവർ ഹൈ ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് എങ്ങോട്ട് ഒരു താഴോട്ട് വരും എന്നുള്ളത് അപ്പൊ ബിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് നമ്മൾ നോക്കണം. സോ ഇത്തരം ട്രേഡ്സ് ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ബിയോസ് നമ്മൾ എങ്ങനെയാണ് ട്രേഡ് എടുക്കുക. വെയിറ്റ് ഫോർ റീടെസ്റ്റ്. നമ്മളൊരു ഡിസിപ്ലിനോട് കൂടി വെയിറ്റ് ചെയ്യുക. റീടെസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കാൻഡിൽ കൺഫർമേഷൻ, അത് നിർബന്ധമാണ്. കാൻഡിൽ കൺഫർമേഷൻ ആണ് നെക്സ്റ്റ് 5th വരുന്നത്. കാൻഡിൽ കൺഫർമേഷനോട് കൂടിയിട്ട് വേണം നമ്മളൊരു ട്രേഡ് എടുക്കാൻ. സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് റിസ്ക് മാനേജ്മെന്റ്. അതായത് നമ്മളെ സ്റ്റോപ്പ് ലോസും നമ്മളെ പൊസിഷൻ സൈസും നമ്മൾ എടുക്കുന്ന റിസ്ക്കും നമ്മളെ പ്ലാനിലാണോ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു $500 ഉള്ള ഒരു അക്കൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി, ആ ട്രേഡർ എടുത്തിട്ടുള്ളത് 0.01-ലാണോ റിസ്ക് എടുത്തിട്ടുള്ളത്, അവരെ പൊസിഷൻ സൈസ് ഓക്കെ ആണോ, അവരെ സ്റ്റോപ്പ് ലോസിനനുസരിച്ച് ടാർഗറ്റ് അവിടെ ഉണ്ടോ. ഇത്തരം കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് നമ്മളൊരു ക്വിക്ക് റിമൈൻഡർ ആയിട്ട് നമ്മളൊരു ജേണൽ ഉണ്ടാക്കണം. നമ്മളൊരു ജേണൽ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോട്ട് ചെയ്യണം. സോ പ്ലാൻ യുവർ ട്രേഡ്, ഫോളോ യുവർ പ്ലാൻ, വെയിറ്റ് ഫോർ കൺഫർമേഷൻ, മാനേജ് യുവർ റിസ്ക്, സ്റ്റേ പേഷ്യൻ. ഇത്തരം ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ട്രേഡ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രാറ്റജി ഒരു 80% സക്സസ് റേഷ്യോയിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കൂടാതെ ഡാറ്റ കാര്യങ്ങൾ നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ,
സോ ഇതാണ് ആ ചെക്ക് ലിസ്റ്റ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ഇത് ചെക്ക് ലിസ്റ്റ് ആയിട്ട് തന്നെ വെച്ചിട്ട് ഒരു ജേണൽ ആക്കിയിട്ട് തന്നെ മാറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്യുന്നത്. സോ ലിക്വിഡിറ്റി എവിടേക്കാണ് ഉള്ളത് ഇതിൽ പറയുന്നുണ്ട്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ടോ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓർ സ്ട്രക്ചറിലാണോ ഉള്ളത്, മാർക്കറ്റിന്റെ എൻട്രി എങ്ങനെയാ വേണ്ടത്, മാർക്കറ്റിന്റെ സ്റ്റോപ്പ് ലോസസ് നമുക്ക് എവിടേക്ക് വെക്കാം, മാർക്കറ്റ് എവിടെയാണ് നമുക്ക് പ്രോഫിറ്റ് നമുക്ക് വെക്കാൻ പറ്റുക. ഇതൊരു പ്ലാനോട് കൂടിയിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ട്രേഡറെ എന്നും വിജയിച്ചിട്ടുള്ളൂ. കാരണം പ്രൊഫഷണൽ ട്രേഡേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ബാഡ് ട്രേഡ്സ് ഒഴിവാക്കാനും അതുപോലെ തന്നെ ആക്യുറസി ഇംപ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ നെവർ എവർ ഫോർഗെറ്റ്. സോ നമുക്ക് റിയൽ ചാർട്ടിലേക്ക് പോയിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇത് ഒരു പ്ലേ ബാക്ക് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ വന്നിട്ട് മാർക്കറ്റിൽ നമുക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിൽ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷം മാർക്കറ്റ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സി ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. യെസ്, ഈ ഒരു പോയിന്റ്, ഈ ഒരു റെസിസ്റ്റൻസ് ആണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ബ്രേക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് നേരം മാർക്കറ്റ് സൈഡ് വേ പോയിട്ട് മാർക്കറ്റ് താഴോട്ട് വന്നു, മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് വന്നു. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് നടത്തി. ഇവിടെ നമുക്ക് കാണാം ഒരു BOS മാർക്കറ്റ് എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിലിന്റെ സൈസ് നമ്മൾ നേരത്തെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആ ക്യാൻഡിൽ സൈസ് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കും. സ്ട്രോങ് ക്യാൻഡിലോട് കൂടിയിട്ടാണ് പ്രീവിയസ് ഇത്രയും ക്യാൻഡിലുകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ഒരു ക്യാൻഡിലോട് കൂടിയിട്ടാണ് ആ ക്യാൻഡിൽ വന്നിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമുക്ക് വോളിയത്തിന് കൺഫർമേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് സ്പൈക്കോട് കൂടിയിട്ടുള്ള വോളിയം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, മാർക്കറ്റ് അഗ്രസീവ് ആയിട്ട് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് നടത്തിയിട്ട് മുകളിലോട്ട് പോകണം. അപ്പൊ അവിടെ എൻട്രി എങ്ങനെയാ പ്ലാൻ ചെയ്യുക, അത് റീടെസ്റ്റ് വരണം. ആ റീടെസ്റ്റ് വരേണ്ടത് നമുക്കൊരു സ്ട്രോങ് ഒരു ക്യാൻഡിലോട് കൂടിയിട്ട് വരണം, ഒന്നുകിൽ ഒരു FEGയിൽ വരണം. അത്രയും കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് FEG മീൻ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്താണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് ക്യാൻഡിൽ പ്രീവിയസ്ലി നടന്നിട്ടുള്ള സ്ട്രോങ് ക്യാൻഡിലിന്റെ ഒരു മിഡിൽ വരെ മാർക്കറ്റ് വരും, എന്നിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ പോവുള്ളൂ. സോ നമുക്ക് അത്തരം ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ മാർക്കറ്റിന് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ചെക്ക് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. ഓക്കെ, സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഫോം ചെയ്ത് ഒരു ബിയറിഷ് സൈൻ മാർക്കറ്റ് തന്നു. കാരണം ഒരു ഇൻവേർണസ് ഹാമർ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ക്യാൻഡിൽസ് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ബിയറിഷ് എന്നുള്ളതാണ്. ഐ ആം ഷോർട്ട് ടൈം ബിയറിഷ് എന്നുള്ളത്. കാരണം ചെറിയ ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്യുന്നത്. സോ സെല്ലേഴ്സിനേക്കാളും കൂടുതൽ ബയേഴ്സിനാണ് ഇവിടെ പ്രോബബിലിറ്റി ഉള്ളത്. കാരണം ഇവിടെ നമുക്ക് കാണാം എൻഗൽഫിൻ ക്യാൻഡിലോട് കൂടിയിട്ട് കാര്യമുള്ളത് ബുള്ളിഷ് ക്യാൻഡിലാണ്. ആ ബുള്ളിഷ് ക്യാൻഡിൽ എത്രത്തോളം ഈക്വൽ ആയിട്ടാണ് ക്യാൻഡിൽസ് ഇവിടെ ഫോം ചെയ്ത് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു വലിയ ഒരു ഗ്രീൻ ക്യാൻഡിലിനെ 1 2 3 4 ക്യാൻഡിലോട് കൂടിയിട്ടാണ് മാർക്കറ്റിന് ഇവിടെ എത്താൻ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഈ ഒരു ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ഒരുപാട് താഴെ വരുമെന്ന് വിചാരിക്കരുത്. മൈൻഡ് സെറ്റ് എന്തായിരിക്കണോ, ഒരു ബ്രേക്ക് ഔട്ട് ഒരു കൺഫർമേഷനെ കൂടി ചെയ്തിട്ടുണ്ട്, ഒരു റീടെസ്റ്റ് ചെയ്യും, അതിനുശേഷം ഒരു കണ്ടിന്യൂഷൻ സാധ്യമാണ് എന്ന ലെവലിലാണ് ഈ മാർക്കറ്റിനെ കാണാൻ. ഓക്കെ, സി ഇത് സ്ട്രോങ് ആണോ, ഈ ഒരു യെസ്, നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം. ഇവിടെ ഒരു FEGയിൽ ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്നു, ടെസ്റ്റ് ചെയ്തു. ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം നല്ലൊരു ഹാമറോട് കൂടിയിട്ട് എന്ത് ചെയ്തു, പ്രൈസിനെ പുഷ് ചെയ്തു. പ്രൈസിനെ പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവൽ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവിടെ പ്രൈസ് ആക്ഷൻ വോളിയത്തോട് കൂടിയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് റീടെസ്റ്റ് ഇവിടെ ചെയ്തു. റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു പ്രൈസ് റിജക്ഷൻസിൽ മാർക്കറ്റ് വന്നു, മാർക്കറ്റ് റിവേഴ്സിൽ മാർക്കറ്റ് പോകണം. അവിടെ നമുക്കൊരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രേഡ് നമുക്ക് പ്രോബബിലിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ FEGനെ തൊട്ട് താഴത്തിന് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട്, അതായത് ഒരു ബുള്ളിഷ് സിനാരിയോയിലോട്ട്, അതായത് ഈ ഒരു ബുള്ളിഷ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ വരെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ,
ഒരുപാട് സമയം എടുത്തിട്ടാണെങ്കിൽ ശരി മാർക്കറ്റ് എന്ത് ചെയ്തു, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മുകളിലോട്ട് മാർക്കറ്റ് വന്നു. സോ നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള കൺഫർമേഷൻ എന്തൊക്കെയാണ്, നമ്മൾ ചെക്ക് ലിസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ റിപ്പീറ്റ് ആയി നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ചെക്ക് ലിസ്റ്റിൽ നമ്മൾ ലെവൽ മാർക്ക് ചെയ്തു, ലിക്വിഡിറ്റി ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ BOSന്റെ കൺഫർമേഷൻ എടുത്തു, അതുപോലെ തന്നെ വെയിറ്റ് ഫോർ റീടെസ്റ്റിലോട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു, അതുപോലെ തന്നെ കാൻഡിൽ കൺഫർമേഷൻ നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ കാൻഡിൽ കൺഫർമേഷൻ നമ്മൾ ഇവിടെ എടുത്തില്ലേ, ഇവിടെ നമ്മൾ കാൻഡിൽ കൺഫർമേഷൻ എടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ റിസ്ക് മാനേജ്മെന്റ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ റിസ്കിനനുസരിച്ചുള്ള റിവാർഡ് ആണോ ഇതെന്നുള്ളത് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മളൊരു ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെക്കാം. സോ ഗൈസ്, അതോടുകൂടി നമ്മൾ എൻട്രി ടൈമിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ പറയും. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എപ്പിസോഡ് 8 നമ്മൾ പറയാൻ പോകുന്നത് റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡീകോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതിനുശേഷം ട്രേഡിംഗ് സൈക്കോളജിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുമാണ്. അതോടുകൂടി നമ്മൾ പ്രൈസ് ആക്ഷൻ സീരീസ് ബേസിക് ക്ലാസ്സസ് നമുക്ക് കഴിഞ്ഞു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അറിയാതെ നമ്മൾ ഒരു ICT കൺസെപ്റ്റിലോ അല്ലെങ്കിൽ മലേഷ്യൻ SNR പോലത്തെ സ്ട്രാറ്റജിയിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ അറിയാം SMCയിലോട്ടൊന്നും നമ്മൾ പ്രവേശിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ബേസ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിന്, എനി മാർക്കറ്റ്, ഇനി ഇന്ത്യൻ മാർക്കറ്റ് ആവട്ടെ, NSE ആവട്ടെ, BSE ആവട്ടെ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആവട്ടെ, ഇനി സിംഗപ്പൂർ നിഫ്റ്റി ആവട്ടെ, അതൊക്കെ പോയിട്ട് നമ്മൾ US പ്രവേശിച്ചു കഴിഞ്ഞാൽ നാസ്ഡാക്ക് ആവട്ടെ, FTSE ആവട്ടെ, ലോകത്തിലെ ഏത് മാർക്കറ്റിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുവാണെങ്കിലും, ഏത് പെയറിൽ വേൾഡിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു ബേസിക് പ്രൈസ് ആക്ഷൻ നിങ്ങൾക്ക് കോമൺ ആണ്. സോ ഇത് തറവില് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സീരീസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണോ, പഠിച്ചിട്ട് അത് സ്വായത്തമാക്കണം. നോട്ട് ചെയ്യാനുള്ള നോട്ട് ചെയ്തിട്ടോ, അതുപോലെ തന്നെ ഇതിനപ്പുറത്തേക്ക് മാർക്കറ്റ് ഇല്ല. ഈ ഒരു സർക്കിളിലാണ് മാർക്കറ്റ് ഉള്ളത്. നമ്മൾ കരുതും ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും പഠിക്കേണ്ടതെന്ന്. പക്ഷെ അഡ്വാൻസ് വേർഷനിലേക്ക് പോവുക എന്നല്ലാതെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുകയുള്ളൂ. ബേസിക് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞു പോയിട്ട് മാർക്കറ്റിലേക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. കാരണം നമ്മൾ റിയൽ ട്രേഡ്, അതായത് ലൈവ് ട്രേഡ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളിത് പഠിച്ചിട്ട് ഒരു ഡെമോ അക്കൗണ്ട് ട്രേഡ് ചെയ്ത് വെക്കുക എന്നല്ല. നമ്മൾ ഇതിനോട് നമുക്ക് എങ്ങനെ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം, ഒരു റെഗുലർ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മാത്രമാണ് നോക്കുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഉപകാരപ്പെടുകയാണെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ ട്രേഡേഴ്സിനോട് പറഞ്ഞിട്ട് അവരോട് കാര്യങ്ങൾ എന്ത് ചെയ്യുക. അയ്യോ പോയല്ലടാ.